നമ്മൾ പാലക്കാട്ടുകാർ പൊതുവേ സാമ്പാർ ഉണ്ടാക്കുന്നത് വറുത്തൊക്കെ അരച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് വറുത്തൊന്നും അരയ്ക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് എടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ചെറിയൊരു പാനിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. അതുപോലെ തന്നെ തക്കാളി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, 1/4 സ്പൂൺ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് കായപ്പൊടി, മുളക് പൊടി ചേർത്ത് താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.